സിന്ധു പ്രവിശ്യ ഇന്ത്യക്കൊപ്പം ചേരുമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന പാകിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം ഈ പ്രസ്താവന കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാന്റെ ഭരണകൂടവും എന്ത് പ്രസ്താവനയാണ് ഇന്ത്യ നടത്തുന്നത്? ഇത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രകോപനപരമായ പ്രതികരണം നടത്തുന്നു. പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമായ ഒരു പ്രദേശം പിടിച്ചെടുക്കുമെന്ന് ഇന്ത്യ ഭീഷണി മുഴക്കുന്നു. ഇതാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയടക്കം ഇപ്പോൾ പാക് മാധ്യമങ്ങളിലൂടെ പറയുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞ ഒരു ചെറിയ വാക്ക്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രസ്താവന, അത് എത്രമാത്രം പാകിസ്ഥാനിൽ കോളിളക്കം സൃഷ്ടിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാൻ നിരന്തരമായി നടത്തുന്ന ഈ പ്രതികരണങ്ങൾ. എന്തായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്ക്? മറ്റൊന്നുമായിരുന്നില്ല. സിന്ധ് പ്രവിശ്യ ഇന്ത്യയുടെ ഹൃദയമാണ്. ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്നത് സിന്ധു മേഖലയിലാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്കൊപ്പം ചേരുക തന്നെ ചെയ്യും. അതിർത്തികൾ മാറ്റിമറിക്കപ്പെടും. അത് ഉടനല്ലെങ്കിൽ അല്പം താമസിച്ചാണെങ്കിലും ആ മേഖല ഇന്ത്യയുടെ ഭാഗമായി തീരും. ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യ. ഇതായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വാക്കുകളുടെ ഒരു സംക്ഷിപ്ത രൂപം. സിന്ധു പ്രവിശ്യ പിടിച്ചെടുക്കുമെന്നോ സിന്ധു പ്രവിശ്യയെ ആക്രമിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കുമെന്നോ രാജ്നാഥ് സിംഗ് ഒരിടത്തും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ പൊരുൾ സിന്ധു പ്രവിശ്യ ഇന്ത്യക്കൊപ്പം ചേരുക തന്നെ ചെയ്യും. അനിവാര്യമായ സമയത്ത് സംഭവിക്കും. സിന്ധു പ്രവിശ്യ ഇന്ത്യയുടെ ഭാഗമാകാൻ അധികകാലം ഇനി വേണ്ടിവരില്ല. POKയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: ഒരിന്ത് രക്തം ചീറ്റാതെ POKയെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റും. POK ഇന്ത്യയുടെ ഭാഗമാകും. അത് പറഞ്ഞപ്പോൾ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അനുകരണങ്ങൾ POKയിൽ കാണുന്നുണ്ട്. POKയിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിനിറങ്ങുന്നു. POKയിലെ ജനലക്ഷങ്ങൾ, അവിടുത്തെ ജനതയുടെ വലിയൊരു വിഭാഗം, ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെ തെരുവുകളിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. POKയിൽ ജൻസി കലാപം നടക്കുന്നു. പാകിസ്ഥാൻ വേണ്ട, പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ട, പാകിസ്ഥാന്റെ കള്ളനായ തട്ടിപ്പുകാരന്മാരായ പ്രധാനമന്ത്രിയെയും നേതാക്കളെയും ഞങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ തെരുവുകളിൽ അലമുറയിട്ട് വിളിക്കുന്ന കാഴ്ച ഇതാണിപ്പോൾ പാകിസ്ഥാൻ പിടിച്ചടക്കി ഇന്ത്യയുടെ പ്രദേശമായ POKയിൽ കാണുന്നത്. അന്ന് എന്താണോ POKയെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞത്, അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ സിന്ധ് മേഖലയെക്കുറിച്ച്, സിന്ധ് പ്രവിശ്യയെക്കുറിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സിന്ധ് പ്രവിശ്യ? 4000 വർഷത്തോളം പഴക്കമുള്ള, സാംസ്കാരികപരമായി ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള ഏറ്റവും പുരാതനമായ സംസ്കാരം നിലനിന്ന, സിന്ധു നദീതട സംസ്കാരം നിലനിന്ന ആ ഭൂപ്രദേശം സിന്ധ് പ്രവിശ്യ. ഇന്നും 8.5% ഹിന്ദുക്കൾ അധിവസിക്കുന്ന, ബുദ്ധവികാരങ്ങളുള്ള ബുദ്ധമതക്കാർ അധിവസിക്കുന്ന, ക്രൈസ്തവർ അധിവസിക്കുന്ന ഒരു മേഖല. ആ മേഖല പാകിസ്ഥാന്റെ ഭാഗമാണിന്ന്. 1947 വിഭജനം സാധ്യമായപ്പോൾ ഇന്ത്യയുടെ കഴിവുകെട്ട ഭരണാധികാരികൾക്ക് പറ്റിയ വലിയ അബദ്ധത്തിലൂടെ സിന്ധ് പ്രവിശ്യ പാകിസ്ഥാന്റെ ഭാഗമായി. അന്ന് സിന്ധികൾ കൂട്ടത്തോടുകൂടി ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനി അടക്കമുള്ളവർ, അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം അന്ന് ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടവരാണ്. ഇന്നും ഇന്ത്യക്ക് സിന്ധുമായ ഒരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്, ഇന്ത്യയുടെ ഹൃദയം, ഇന്ത്യയുടെ ആത്മാവ് സിന്ധു മേഖലയിൽ അധിവസിക്കുന്നു. ഞങ്ങൾക്ക് ആ മേഖല ഒരിക്കലും അന്യമല്ല. ഞങ്ങളോടൊപ്പം ചേരണമെന്നെന്നും ആഗ്രഹിക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. ഇവിടെ സിന്ധു മേഖല ഇന്ത്യയോടൊപ്പം ചേരുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഹാലിളകിയത് പാകിസ്ഥാനികൾക്കാണ്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട് അതിന്. സിന്ധു മേഖലയുടെ അതിർത്തികൾ, ഒന്ന് രാജസ്ഥാനാണ്, താർ മരുഭൂമിയാണ്. മറ്റൊന്ന് റാൺ ഓഫ് കച്ച, സർക്രീക്ക്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ നിരന്തരമായി കേൾക്കുന്ന പേര് സർക്രീക്ക്. പാകിസ്ഥാൻ സൈനികപരമായ വിന്യാസം നടത്തുകയും പാകിസ്ഥാൻ വലിയ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മേഖല. അവിടെ സർക്രീക്ക് മേഖലയിലേക്കുള്ള പാകിസ്ഥാന്റെ സേനാവിന്യാസത്തെ ഇന്ത്യ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സർക്രീക്ക് മേഖലയിൽ ഇന്ത്യക്ക് സാന്നിധ്യമുണ്ട്, ഇന്ത്യക്ക് ശക്തമായ സാന്നിധ്യം അവിടെയുണ്ട്. പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് സർക്രീക്ക് മേഖലയിലുള്ള ഇന്ത്യയുടെ സൈന്യത്തെ പിൻവലിക്കുക.
സർക്രീക്ക് അടക്കമുള്ള റാൻ ഓഫ് കച്ചിന്റെ മേഖല മുഴുവൻ പാകിസ്ഥാന്റേതാണ്. ആ കടലിടുക്ക് മുഴുവൻ പാകിസ്ഥാന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യ അവിടെ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുക, അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ സൈനിക വിന്യാസം ഈ മേഖലയ്ക്ക് നടത്തും. പാകിസ്ഥാൻ അവിടെയുള്ള ചതുപ്പ് നിലങ്ങളിലേക്കൊക്കെ തന്നെ തങ്ങളുടെ സേനാ ബങ്കറുകൾ അതുപോലെ ചെക്ക് പോസ്റ്റുകളൊക്കെ സ്ഥാപിക്കുന്ന നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഇന്ത്യ ആ സമയത്ത് തന്നെ വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകി. റാൻ ഓഫ് കച്ചിലോ സർക്രീക്കിന്റെ പരിസര പ്രദേശങ്ങളിലോ കൂടുതൽ സേനാ വിന്യാസത്തിനാണ് പാകിസ്ഥാന്റെ താല്പര്യമെങ്കിൽ, പാകിസ്ഥാന്റെ നീക്കമെങ്കിൽ ഇന്ത്യയുടെ സൈനിക നടപടി ആ മേഖലയിലേക്ക് ഉണ്ടാകും. കറാച്ചിയിലേക്ക് ഞങ്ങൾക്ക് അധിക ദൂരമില്ല. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ നിങ്ങൾ ഓർമ്മിക്കണം, കേൾക്കണം. കറാച്ചിയിലേക്ക് ഞങ്ങൾക്ക് അധിക ദൂരമില്ല. പണ്ടൊരിക്കൽ ഞങ്ങൾ കറാച്ചിയിൽ വന്നു പോയതാണ്. ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾക്ക് കറാച്ചിയിലേക്ക് ഉള്ള ദൂരം എത്രയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അവിടെയുള്ള സൈനിക വിന്യാസം നിർത്തിയെന്നാണ് ലഭിക്കുന്ന അന്താരാഷ്ട്ര വാർത്തകൾ. ഇന്ത്യ സിന്ധ് മേഖല ഇന്ത്യയോടൊപ്പം ചേരും, ഇന്ത്യയോടൊപ്പം ചേർക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് ഇക്കാര്യങ്ങളാണ്. ഇന്ത്യ റാൻ ഓഫ് കച്ചിൽ, ഇന്ത്യ സർക്രീക്കിൽ എന്തൊക്കെയോ വലിയ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നു. ഇന്ത്യ റാൻ ഓഫ് കച്ച് അറ്റാക്ക് ചെയ്യുന്നു, അതിന് സമീപത്തുള്ള സിന്ധ് മേഖല അറ്റാക്ക് ചെയ്യുന്നു. ഇന്ത്യ സിന്ധ് മേഖലയെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത്. ഇതാണ് പാകിസ്ഥാൻ ഭരണകൂടം വെപ്രാളപ്പെട്ടുകൊണ്ട് വലിയ പ്രതികരണങ്ങൾ നടത്തുന്നത്. അതുപോലെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ലോകരാജ്യങ്ങളെ, ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമല്ലേ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുമെന്ന്, മറ്റൊരു രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെ പിടിച്ചടക്കുമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇന്ത്യക്ക് ഹാലിളകിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് ആദ്യം പറയൂ, എന്നിട്ട് പാകിസ്ഥാന്റെ സിന്ധ് മേഖലയെക്കുറിച്ച് പറയൂ. ഇതാണ് പാകിസ്ഥാൻ പറയുന്നത്. കാരണം പാകിസ്ഥാന്റെ നേതാക്കന്മാർക്ക് ആകെ ഭ്രാന്തിളകിയ അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്ത്യ പറഞ്ഞത് എന്താണ്? ഇന്ത്യ സിന്ധ് മേഖല ഇന്ത്യക്കൊപ്പം ചേരും. അത് എങ്ങനെ? യുദ്ധത്തിലൂടെയാണോ? ഏതെങ്കിലും ഒളി യുദ്ധത്തിലൂടെയാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവത്തിലൂടെയാണോ? ഇന്ത്യ ഇനി സിന്ധ് മേഖലയെ ലക്ഷ്യം വെച്ച് ഈ പാകിസ്ഥാൻ മുഴുവൻ സിന്ധ് മേഖലയിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ POK ഇന്ത്യയിലേക്കൊപ്പം ചേർക്കുമോ? എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇന്ത്യ ഇവിടെ എന്തൊക്കെയോ നടത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാന് സമാധാനമില്ല. ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നു. ഇന്നിതാ പെഷ്വാറിലെ പാരാമിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ വലിയ ചാവേർ ആക്രമണം. രാവിലെ പാകിസ്ഥാൻ ഉണർന്നെണീക്കുന്നത് ഈ ഒരു ചാവേർ സ്ഫോടനം കേട്ടുകൊണ്ടാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടു. രാവിലെ 3 പേരാണെങ്കിൽ പിന്നീട് നിരവധി പാരാമിലിറ്ററി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാകിസ്ഥാന്റെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന വന്നിരുന്നത്. ഞങ്ങളിതാ സിന്ധ് മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സിന്ധ് മേഖല ഞങ്ങളിലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. സിന്ധു നദി വഴിയുള്ള പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി മുടങ്ങിക്കിടക്കുന്നു. തരിശു ഭൂമിയായി മാറിയിരിക്കുന്നു കൃഷിയിടങ്ങൾ. ഏറ്റവും പ്രധാനം കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ സിന്ധു നദിയിലെ ജലത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് സിന്ധ് പ്രവിശ്യയിലെ ജനത. അപ്പോൾ ആ ജനതയെ സംബന്ധിച്ച് സിന്ധു നദീ ജലം എന്നുള്ളത് അവരുടെ ജീവവായുവാണ്, അവരുടെ ജീവജലമാണ്. അത് നൽകുന്നത് ആരാണോ അവരാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത്. ഇന്ത്യ ഇനി പറയുകയാണ്, പാകിസ്ഥാനിൽ ആകപ്പാട് ആഭ്യന്തര കലഹം. ഇന്ത്യയുമായി പാകിസ്ഥാനുമായി ഓപ്പറേഷൻ സിന്ദൂർ 2.0 രണ്ടാം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ആരംഭിക്കുന്നു. വലിയൊരു അടി നടന്നതിന് പിന്നാലെ ഇന്ത്യ പറയുകയാണ്, സിന്ധു നദിയിലെ ജലം തരാം, പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണമെന്ന് വെച്ചാൽ സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾ പൂർണ്ണമായും ഇന്ത്യക്കൊപ്പം നിൽക്കും. അത് ഹിന്ദു, മുസ്ലിം, ബുദ്ധ, ക്രൈസ്തവ വ്യത്യാസമില്ലാതെ. അപ്പോൾ ഇന്ത്യ കളിക്കുന്നത് ബൗദ്ധിക തലത്തിലുള്ള ഒരു കളിയാണ്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇന്ത്യ സംഘർഷത്തിൻ്റെ വഴിയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും സിന്ധിനെക്കുറിച്ചുള്ള രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന വലിയ ബോംബായി പാകിസ്ഥാനിൽ പതിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഞെട്ടിവിറച്ച് പുലമ്പുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.